പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതി അനന്തുവിനെ തെളിവെടുപ്പിനായി വിവിധയിടങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പിന് ശേഷം അനന്തു മാധ്യമങ്ങളോട് വീണ്ടും പ്രതികരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, വീണ്ടും ഒരു പ്രതികരണത്തിന് ശ്രമിച്ചു അനന്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അനന്തു പറഞ്ഞത്? ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് അനന്തു ചെയ്തത്. അതായത് ആദ്യഘട്ടത്തിൽ NGO കോൺഫെഡറേഷന്റെ പൊന്നുരുന്നയിൽ ഓഫീസിൽ വെച്ചാണ് നമ്മൾ ആദ്യ പ്രതികരണം തേടുന്നത്. അപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു. അതായത് ആനന്ദകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് NGO കോൺഫെഡറേഷൻ എന്ന സംഘടന രൂപീകരിച്ചത്. ആനന്ദകുമാറിന് പണം നൽകി, ഒപ്പം AN രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ നിലവിൽ മുന്നോട്ട് വന്നിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുണ്ട്. അതായത് ചില തെറ്റായ വാർത്തകളെന്ന് അനന്തു പറയുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ജനങ്ങളിലേക്ക് അങ്ങനെയല്ല. അശ്വിൻ തുടരുക. നമ്മളിപ്പോൾ ആ പ്രതികരണം ഒന്ന് നോക്കാം. അനന്തു കൃഷ്ണന്റെ രാധാകൃഷ്ണൻ ജി, സൈൻ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രമാണ്. അദ്ദേഹം ഇതിൽ നിന്ന് യാതൊരുവിധ പൈസയും മേടിച്ചിട്ടില്ല. അദ്ദേഹം ആനന്ദകുമാർ സാർ പറഞ്ഞതിനനുസരിച്ച് വന്നയാൾ മാത്രമാണ്. CPM ജില്ലാ സെക്രട്ടറിക്ക് അല്ലാതെ വേറെ ആർക്കൊക്കെ പണം യെസ്, അപ്പോൾ അതാണ് AN രാധാകൃഷ്ണൻ പണം വാങ്ങിയിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിച്ചപ്പോൾ തന്നെ പറയുന്നു. ആനന്ദകൃഷ്ണൻ ആണ്, സായി ഗ്രാമത്തിൻ്റെ ആനന്ദകൃഷ്ണനാണ് പണം വാങ്ങിയത് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അശ്വിനിലേക്ക് തന്നെ പോകാം. അശ്വിന് ചില പേരുകൾ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഈ ഒരൊറ്റ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് അല്ലേ? തീർച്ചയായും ആനന്ദകുമാറിൻ്റെ പേരിൽ ഊന്നി നിന്നുകൊണ്ട് AN രാധാകൃഷ്ണനെതിരായ ആരോപണങ്ങൾ തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. പക്ഷേ ഈ തെളിവെടുപ്പിൻ്റെ ഇടയിൽ ഈ പ്രതികരണം തേടുക എന്നത് വളരെ ചെറിയ സമയം മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഈ വാഹനത്തിലേക്ക് കയറ്റുന്ന അത്രയും സമയം മാത്രമാണ് കിട്ടുക. അതിനുള്ളിൽ ഈ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ പോലീസ് അനന്തകൃഷ്ണനെ അതിനുള്ള ശ്രമം തടയുന്നുമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കളമശ്ശേരിയിലേക്കാണ് അനന്തുവിനെ കൊണ്ട് പോയിരിക്കുന്നത്. അവിടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില ഓഫീസുകൾ കളമശ്ശേരിയിൽ 2 ഇടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എത്തിച്ചുകൂടി തെളിവെടുപ്പ് പൂർത്തിയാക്കിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക ഇടങ്ങളിലെ തെളിവെടുപ്പ് അവസാനിച്ചു എന്ന് പറയാം. ഇതുവരെ തെളിവെടുപ്പ് നടത്തിയ 3 ഇടങ്ങളിൽ നിന്ന് ചില രേഖകളടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അധിക സമയമൊന്നും ഈ തെളിവെടുപ്പ് നടത്തിയ കേന്ദ്രങ്ങളിൽ എടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ഈ തട്ടിപ്പിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത് പൊന്നുരുന്നിയിലെ NGO കോൺഫെഡറേഷൻ്റെ ഓഫീസാണ്. അവിടെ നിന്നാണ് ആദ്യം ഈ ചില രേഖകൾ പോലീസ് ഫയലിൽ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടത്. പിന്നീട് തമ്മനത്തുള്ള ഒരു വീട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവിടെ നിന്നും ചില രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പിന്നീട് സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് പോയത്. അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ 3ാം നിലയിലാണ് ഈ സ്ഥാപനമുള്ളത്. അതിൻ്റെ താക്കോൽ അതിൻ്റെ ഫ്ലോർ മാറ്റിനടിയിലാണ് ഉണ്ടായിരുന്നത്. അത് അനന്തകൃഷ്ണൻ തന്നെയാണ് പോലീസുകാർക്ക് എടുത്തു നൽകിയതും ആ ബിൽഡിങ്ങിൻ്റെ തുറന്ന് അകത്തേക്ക് കയറിയതും. അവിടെ നിന്നും സമാന രീതിയിൽ ചില ഡോക്യുമെൻറ്റുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പിന്നീട് വന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മറൈൻ ഡ്രൈവിലുള്ള അനന്തകൃഷ്ണൻ്റെ സ്വന്തം ഫ്ലാറ്റിലാണ്. ഇവിടെ നിന്നും സമാന രീതിയിൽ രേഖകൾ തന്നെയാണ് പോലീസ് എടുത്തുകൊണ്ട് പോയത്. അതിനപ്പുറത്തേക്ക് ഈ ഫ്ലാറ്റിലൊക്കെ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് ഇവിടേക്ക് എത്തിയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ അനന്തകൃഷ്ണനുമായി സംസാരിച്ചതും മറ്റിടപാടുകൾ നടത്തിയത് എന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ഈ ഫ്ലാറ്റിൽ നിന്ന് ചില രേഖകൾ ആരൊക്കെയോ മാറ്റുന്നത് CCTV ദൃശ്യങ്ങളിലൊക്കെ പുറത്തു വരികയും അത് വിവാദമാവുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇന്ന് അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പോലീസിൻ്റെ ഒരു തെളിവെടുപ്പ് ഫ്ലാറ്റിൽ നടന്നത്. നാളെയാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. അതിനു മുമ്പ് ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം അനന്തുവിനെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി എന്ന് എന്തായാലും പോലീസിന് കോടതിയിൽ പറയാനാകും. എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് കൂടുതൽ കസ്റ്റഡി വേണമോ, കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിർണായകമായ തെളിവെടുപ്പുകൾ പൂർത്തിയായി. ഇനിയിപ്പോൾ കളമശ്ശേരിയിലെ 2 സ്ഥാപനങ്ങളിൽ അനന്തുവിനെ എത്തിച്ച് തെളിവെടുപ്പ് അല്പസമയത്തിനുള്ളിൽ നടക്കും. അതിനുശേഷം മൂവാറ്റുപുഴ സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇനിയും തെളിവെടുപ്പ് ബാക്കിയുണ്ട്. അതിനുശേഷം നാളെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കമെന്നാണ്.